ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ അയർലൻഡിലെ ഫേമസ് സ്ഥലമായ ഹൗത്തിലേക്ക് പോവാണ്. ഇപ്പം എൻ്റെ പിന്നീ കാണുന്നതാണ് നമ്മുടെ കോളേജ്. ഇന്ന് ഉച്ചവരെ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് ഞാൻ ഇറങ്ങി ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് ഹൗത്ത് വരെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഹൗത്ത് ഹാർബറും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. ഹൗത്ത് പോകണമെങ്കിൽ നമ്മൾ ലുവാസും അതുപോലെ കൊണോളി ചെന്നിട്ട് ഡാർട്ട് എടുത്തിട്ടാണ് പോകണേ. അപ്പോൾ കോളേജിൻ്റെ ഫ്രണ്ടിൽ തന്നെ ലുവാസ് കിട്ടും. അങ്ങനെ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ലുവാസ് വരുന്നുണ്ട്. ലുവാസിൽ കയറണമെങ്കിൽ നമ്മൾ ലീവ് കാർഡ് ടാപ്പ് ചെയ്യണം. അപ്പോൾ ലീവ് കാർഡ് എടുത്തു, ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ ടാപ്പ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ബാലൻസും കാര്യങ്ങളൊക്കെ എഴുതി കാണിക്കും. നമുക്ക് ലുവാസിൽ കയറി കൊണോളി പോയി ഇറങ്ങി ഡാർട്ട് കയറാനായിട്ട് പോവാം. ബുസാറസ് എന്ന് പറഞ്ഞ സ്റ്റോപ്പിലെത്തി നമ്മൾ ലീവ് കാർഡ് ലുവാസിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ടാപ്പ് ചെയ്യണം. നമ്മളിപ്പോൾ അവിടെ നിന്ന് കയറിയപ്പോൾ ടാപ്പ് ചെയ്തായിരുന്നു, ഇനിയിപ്പോൾ ഇറങ്ങുമ്പോഴും ടാപ്പ് ചെയ്യണം. അതിനായിട്ട് ഇവിടെ എല്ലാ ലുവാസിൻ്റെ സ്റ്റോപ്പിലും ഇതുപോലെ മെഷീൻ ഉണ്ടാവും. ടാപ്പ് ചെയ്യുമെന്ന് നശിപ്പിച്ച് അറിയിക്ക്. നമുക്ക് റോഡ് ക്രോസ് ചെയ്ത് കൊണോളി ട്രെയിൻ സ്റ്റേഷനിലേക്ക് പോവാം. അവിടെ ആ കാണുന്നതാണ് കൊണോളി സ്റ്റേഷൻ. അങ്ങനെ നമ്മൾ നടന്ന് കൊണോളി സ്റ്റേഷൻ എത്തി ഗൈസ്. ഇതാണ് കൊണോളി സ്റ്റേഷൻ. ഇത് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് അത്യാവശ്യം വലിയൊരു സ്റ്റേഷനാണ്. ഇവിടെ നിന്ന് ബെൽഫാസ്റ്റിലേക്കൊക്കെ ട്രെയിൻ ഉണ്ട്. ബെൽഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്തേൺ അയർലൻഡിലുള്ള സ്ഥലമാണ്, UK പാർട്ടാണല്ലോ. നമ്മുടെ ട്രെയിൻ 2:05 കാണിച്ചത്. ഇപ്പോൾ ഓൾറെഡി 2:05 ആ ട്രെയിൻ കിട്ടുമെന്ന് തോന്നല്ലേ. ഇനി വേറെ ട്രെയിനല്ല, ശരിക്കും ഡാർട്ടാണ്. മറ്റേ ലോങ് റൂട്ട് പോകാത്ത വണ്ടികളെയാണല്ലോ ഇവിടെ ഡാർട്ട് എന്ന് പറയുന്നത്. നമ്മുടെ പാസഞ്ചർ ട്രെയിനൊക്കെ പോലെ എല്ലായിടത്തും നിർത്തി പോണത്. അപ്പോൾ ഇനി അതിലേക്ക് കയറാം. അതിന് ആദ്യം ഇവിടെ ടാപ്പ് ചെയ്യണം. ടാപ്പ് ചെയ്യുക, തുറന്നു വരും. നമ്മൾ വന്നപ്പോഴേക്കും നമ്മൾ ഉദ്ദേശിച്ച ട്രെയിൻ പോയി ഗൈസ്. 2:05 വിചാരിച്ച ട്രെയിൻ പോയി. ഇനിയിപ്പോൾ ഹൗത്തുള്ളത് 2:23 പ്ലാറ്റ്ഫോം 6. ഇത് വരുന്നത് പ്ലാറ്റ്ഫോം 5 പ്ലാറ്റ്ഫോം 6 തൊട്ടപ്പുറത്താണ്. അപ്പം ഇനി നമുക്ക് പ്ലാറ്റ്ഫോം 6 പോയി 20 മിനിറ്റോളം ഉണ്ട്. ഇനി വെയിറ്റ് ചെയ്തിരിക്കാം. ഹൗത്തിലേക്കുള്ള ഡാർട്ട് വന്നു ഗൈസ്. ഏതൊരു ചേച്ചിയാണല്ലോ ഓടിക്കണേ, ലോക്കോ പൈലറ്റ് ഏതൊരു ചേച്ചിയാണ്. ഈ ഡാർട്ടിൽ കയറി ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ് ഹൗത്താണ്. ലാസ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങണം. കൈ കാണിച്ചായിരുന്ന ക്രിസ്റ്റി, അതുകൊണ്ടാണ് നിർത്താത്ത. അപ്പുറത്തെ ട്രാക്കിൽ വേറെ ട്രെയിൻ വന്നു ഗൈസ്. ആ ട്രെയിൻ അടിപൊളി ട്രെയിനാണ്. പക്ഷെ ഇത് ഡാർട്ടായതുകൊണ്ട് എല്ലായിടത്തൊക്കെ പോയിരിക്കാം. അങ്ങനെ ട്രെയിനിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പിലെത്തി ഗൈസ്. നമ്മൾ ഈ കാണുന്നതാണ് ഹൗത്ത്. നല്ല തിരക്കുണ്ടില്ല. ഇന്ന് സണ്ണി ഡേ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ആൾക്കാരെല്ലാവരും വെയിൽ കായാൻ വേണ്ടി ഇറങ്ങി. കാരണം നോർമലി അയർലൻഡിൽ എപ്പോഴും ക്ലൗഡി ആയിരിക്കുമല്ലോ. ഈ വെയിൽ കാണൽ വളരെ അപൂർവമാണ്. അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ ബീച്ചിലേക്കും അവിടേക്കൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ടാപ്പ് ചെയ്യണം ഗൈസ്. ശരി, ഇനി നമുക്ക് ഇറങ്ങിപ്പോ. സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ ഇവിടെ ഹൗത്ത് മാർക്കറ്റ് എന്ന് പറഞ്ഞ വലിയതാക്കി എഴുതി വെച്ചിട്ടുണ്ട്. മാർക്കറ്റിൽ എന്താണാവും. ഇവിടെ നിന്ന് ബസ് കയറി പോകണം. ബസ് വരാൻ ഇനി ഒരു 5 മിനിറ്റ് ഉണ്ട്. മാപ്പിൽ നോക്കിയപ്പോൾ ഇതാണ് ബസ് സ്റ്റോപ്പ്. ഇവിടെ എന്തോ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നമ്മൾ ബസ് കയറിപ്പോയി ഹൗത്ത് ക്ലിഫ് വോക്കിൻ്റെ അവിടേക്കാണ് പോകുന്നത്. അവിടെയാണ് ലൈറ്റ് ഹൗസും കാര്യങ്ങളൊക്കെ. അത് ശരിക്കും ക്ലിഫാണ്. അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഷിപ്പൊക്കെ പോകുന്നത് കാണാൻ പറ്റും. ഇനി ബസ് വന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ബസ് വന്നു ഗൈസ്. H3 എന്ന് പറഞ്ഞ ബസ്സിലാണ് നമുക്ക് പോകേണ്ടത്. നമ്മൾ ബസ്സിൽ കയറുന്നു, ടാപ്പ് ചെയ്യുന്നു. ബസ്സിൻ്റെ മുകളിലത്തെ നിലയിൽ പോയിരിക്കാം നമുക്ക്. ഫ്രണ്ടിൽ സീറ്റ് ഉണ്ടോ? സീറ്റില്ല, പറ്റിച്ച്. ഇവിടെ ഒരിടത്തിരുന്നാൽ പോരെ. കാലിയായ ബസ് ഗൈസ്. അങ്ങനെ നമ്മൾ ബസ്സിൻ്റെ ഫ്രണ്ടിലെ സീറ്റ് ഒപ്പിച്ച് ഗൈസ്. ഇതൊരു കുന്ന് കാരണമല്ല, നല്ല ഹൈറ്റിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കാം. നമ്മൾ ഇറങ്ങേണ്ട സ്ഥലത്തി ഗൈസ്. ബസ്സിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങിപ്പോൾ ഇറങ്ങേണ്ട ഇതിലിറങ്ങണം. താങ്ക് യു. നമ്മളിത് ഇവിടെ ഒരു ഹൗസിൻ്റെ മാപ്പ് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഒരു ചെറിയ ഐലൻഡൊക്കെ പോലെ തോന്നും, പക്ഷെ ഐലൻഡല്ല. ഇനി നമുക്ക് കുറേ നടക്കാനുണ്ട്. കുറേ നടന്നു കഴിഞ്ഞ് ഇവിടെ ലൈറ്റ് ഹൗസിലെത്തും.
കാരണം നമ്മൾ നടന്നത് ഇതിൻ്റെ മുകളിലെത്തി ഏകദേശം. അപ്പോൾ ഇവിടെ ഡയറക്ഷൻസ് വെച്ചിട്ടുണ്ട് ഓരോ വോക്കുകളുടെ. അവിടെ ഗ്രീൻ വോക്ക് ഉണ്ട്, പർപ്പിൾ വോക്ക് ഉണ്ട്, അതുപോലെ ബ്ലൂ ഉണ്ട്, റെഡ് ഉണ്ട്, ഓരോന്നിൻ്റെയും വോക്ക്. ഇതിൽ ഗ്രീനോ പർപ്പിൾ എങ്ങാണ്ടാന്ന് തോന്നുന്നു ഏറ്റവും വലിയതെങ്ങാണ്ടും. അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലം വോക്കിനൊന്നും പോകണില്ല. നമ്മളിവിടെ ചുമ്മാ ക്ലിഫിൻ്റെ മുകളിൽ കയറി നോക്കാമെന്ന് കരുതി വന്നു. ഇവിടെ ആ കാണുന്നതാണ് കടൽ. ഷിപ്പ് പോകണതാണ്. ആ സ്റ്റെനാലൈൻ എന്ന് പറഞ്ഞ ഷിപ്പ് പോകണുണ്ടോ അവിടെ. അത് UK പോകണ ഷിപ്പ്. അതുപോലെ വേറെ ഷിപ്പുകൾ അവിടെ കിടക്കണതാണ്. ആ സൈഡിൽ അവിടെ കാണുന്നതാണ് ഡൺലേരി. അതായത് നമ്മൾ വീട്ടിൽ പോകാനായിട്ട് ഡാർട്ട് ഇറങ്ങുന്നത് അവിടെ ആ സ്ഥലത്താണ്. നമ്മളിങ്ങനെ നടന്ന് വന്ന് നല്ല വിശാലമായൊരു വ്യൂ കാണിച്ചു. കടലാണ്, നല്ല നീലക്കടൽ. ഒരു ഷിപ്പ് ആ അറ്റത്ത് പോകുന്നു. ക്യാമറയിൽ ഷിപ്പ് കാണാനില്ല. ഇവിടെ ഒരു സ്റ്റെനാലൈൻ ഉണ്ട്. ഈ ഷിപ്പാണ് ഞാൻ പറഞ്ഞ UK പോകണമെന്ന് പറഞ്ഞ ഷിപ്പ്. അവിടെ ആ അറ്റത്ത് കാണുന്നതാണ് ലൈറ്റ് ഹൗസ്. അതിൻ്റെ അവിടെ ഒരു വീടുണ്ട്. അത് ഏതോ പ്രൈവറ്റ് പ്രോപ്പർട്ടി അങ്ങോട്ട് അങ്ങോട്ട് നമുക്ക് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമുക്ക് അവിടെ അതിൻ്റെ അടുത്ത് വരെ പോയി നോക്കാം. ക്ലിഫ് കാണാൻ പോകുന്ന വഴി മൊത്തം പുല്ലാണ് ഗൈസ്. കണ്ടോ, നമ്മളെക്കാളും ഹൈറ്റിലാണ് പുല്ലൊക്കെ. ഒരു കറക്റ്റ് ഒരാൾക്ക് നടക്കാവുന്ന വീതിയിലാണ് വഴിയുള്ളത്. നമ്മൾ പോയി ആ ലൈറ്റ് ഹൗസിൻ്റെ അടുത്തായിട്ട് ഒരു ഹിഡൻ ബീച്ച് ഉണ്ട്. നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമോ നോക്കാം. നല്ല സ്റ്റീപ്പായിട്ടുള്ള ഇറക്കമാണ്. ചെറിയൊരു കുട്ടി ബീച്ച്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല. അവിടെ ചെന്നിട്ട് എത്തി നോക്കി കാണാൻ പറ്റും. അങ്ങനെ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. നോക്കാം ഇറങ്ങാൻ പറ്റുമെന്ന്. കല്ലും മുള്ളും നിറഞ്ഞ വഴിയാണ് ഗൈസ്. ഇതല്ല അഡ്വഞ്ചർ. കുറച്ചും കൂടി ചെല്ലുമ്പോൾ നന്നായിട്ട് സ്റ്റീപ്പായിട്ടുള്ള വഴിയുണ്ട്. സ്റ്റീപ്പ് ഇറക്കാണ്. പിടിച്ച് ഇറങ്ങേണ്ടി വരും മിക്കവാറും. നമുക്ക് ആൾക്കാരുണ്ട്. നമുക്ക് ഇറങ്ങി നോക്കാം. നല്ല അടിപൊളി ക്ലിഫ് വ്യൂ. ചിലപ്പോൾ സീലിനെയൊക്കെ കാണാൻ പറ്റും. ചിലപ്പോൾ, ഉറപ്പൊന്നുമില്ല, ചിലപ്പോൾ കാണാൻ പറ്റും. ആ താഴെ അവിടെ കാണുന്നതാണ് ഹിഡൻ ബീച്ച്. കണ്ട കുറച്ച് ആൾക്കാരൊക്കെ അവിടെ നിൽക്കണ. അതിലേക്ക് നമ്മൾ പോകണമെങ്കിൽ നമ്മളിത് ഈ വഴി പോകണം. ഈ വഴി പോയിട്ട് ആ ആൾക്കാർ കയറി വന്നണ്ട ആ വഴിക്ക് പോകണം. എന്നാലാണ് അവിടെ എത്താൻ പറ്റുള്ളൂ. കുറച്ച് കഷ്ടപ്പാടാണ്. കുനിഞ്ഞും അങ്ങനെ ഇങ്ങനെയൊക്കെ പോകണം. നമുക്ക് പോയി നോക്കാം. ഇടിക്കാതെയൊക്കെ പോകണം ഗൈസ്. ഈശ്വരാ, തെന്നി വീടല്ലേ. കുഴിയാണ് ഗൈസ്, കുഴി. ഇവിടെ ഫുൾ മുള്ളാണല്ലോ ഗൈസ്. കുനിഞ്ഞൊക്കെ പോണം. നമ്മളെവിടെ എത്തി? നിരപ്പായ ഏതോ സ്ഥലത്തെത്തി. എൻ്റെ കൂടെ വന്നവരെയൊന്നും കാണാനില്ല. നമുക്കവിടെ വെയിറ്റ് ചെയ്യാം. വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാ. വന്നു ഗൈസ്, വന്നു. ക്രിസ്റ്റി അങ്ങനെ എത്തി ഗൈസ്. ഓടിച്ചാടി വാങ്ങിട്. പിന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് തന്നതാ. അല്ല, അടിപൊളി വഴിയാണ് ഗൈസ്. ഇതൊക്കെ മുള്ളുണ്ട്, അതാണ് പ്രശ്നം. ഇല്ല, ഫോൺ കളയാതെ ശ്രമിക്കുക ഞാൻ നടക്കാൻ. ഫുൾ മുള്ളാണ് മൊത്തം, അതാണ് പ്രശ്നം. അല്ല പിന്നെ ഇതൊക്കെ എന്ത് നമ്മൾ ബാക്കിയുള്ളവർക്ക് വഴി കൊടുക്കണം. താങ്ക് യു. അതുകൊണ്ട് ഗൈസ്, ഹിഡൻ ബീച്ച്. നമുക്ക് താഴെ പോവാം. താഴേക്ക് എത്താൻ ഇനിയും ദൂരം ഉണ്ടല്ലോ. നല്ല അടിപൊളി ഗ്രീൻ കളർ വെള്ളമാണ്, ബ്ലൂ കളർ വെള്ളം. അവിടെ ഉണ്ട് ഇഷ്ടം പോലെ ആൾക്കാർ. അവിടെ രണ്ടുപേര് കയറി വന്നിട്ടുണ്ടായില്ല, കാണാനില്ല. സോറി, രണ്ടുപേര് കയറി വന്നിട്ടുണ്ടായി, അവരെ കാണാനില്ല. ആ കാണുന്ന വഴിക്കാണ് നമുക്ക് ഇറങ്ങി പോകണ്ടേ. അതെ, ആൾക്കാർ കയറി വരും. ചെന്ന് കഴിഞ്ഞാൽ പെബിൾ ബീച്ചാണല്ലോ, കല്ലുകളാണ് മൊത്തം. നമുക്ക് കാൽമ മസിൽ കയറി ഇറങ്ങി നമുക്ക് താഴേക്ക് പോവാം. അവിടെ ആൾക്കാർ നിൽക്കുന്ന സ്ഥലം കണ്ട. നമ്മൾ അവിടെ നിന്നാണ് ഇറങ്ങി വന്നത്. ഇനി കൊണ്ട് ഇറങ്ങി പോവാൻ. ഹിഡൻ ബീച്ചാന്ന് പറഞ്ഞപ്പോൾ ഞാൻ എത്രയും വിചാരിച്ചില്ല. നടന്ന് കാല് വേനെടുക്കണം. അമ്മേ, ഇനി ഇറങ്ങി പോകണം.
ഇവിടെ ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ. പിള്ളേര് കല്ലൊക്കെ വാരി കളിക്കുന്നു. നമ്മൾ വന്നത് എന്തായാലും മുതലായി. നല്ല അടിപൊളി സ്ഥലം, ഹിഡൻ ബീച്ച്. ആഹാ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഫൈനലി നമ്മൾ താഴെ എത്തി ഗൈസ്. കണ്ട് ഇനി ഇറങ്ങിപ്പോകാൻ സുഖം, സ്റ്റെപ്പ് ഉണ്ട്. ഇനി സ്റ്റെപ്പ് വഴി ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ താഴെ പഠിക്കാം. ഇഷ്ടംപോലെ ആൾക്കാർ ഇരിപ്പുണ്ട്. ഷീറ്റൊക്കെ വിരിച്ച് സമ്മർ എൻജോയ് ചെയ്യാൻ വന്ന ഇഷ്ടംപോലെ ആൾക്കാർ. അത്രയും മുകളിൽ നിന്നാണ് ഗൈസ് നമ്മൾ ഇറങ്ങി വന്നത്. ആ കാണുന്ന മുകളിൽ നിന്ന് അപ്പം മൊത്തം പെബിൾസാണ്. വേണ്ട, പെബിൾ ബീച്ച്. പക്ഷേ കടലിൽ ഇറങ്ങാനായിട്ട് പ്രത്യേകിച്ചൊന്നും കൊണ്ടുവന്നിട്ടൊന്നുമില്ല, അതുകൊണ്ട് ഇറങ്ങാൻ പറ്റില്ല. നമുക്ക് ചുമ്മാ നിന്ന് കടലൊക്കെ ആസ്വദിച്ചിട്ട് തിരിച്ചു പോവാം. കണ്ടു ഗൈസ്, നമ്മൾ ഫീലിനെ കണ്ടു. ക്യാമറയിൽ ക്ലിയർ ആണോന്ന് അറിയില്ല. ആ തല കാണുന്നത് തേങ്ങ പോലെ പൊന്തി കിടക്കണല്ലേ, അത് സീലിൻ്റെ തലയാണ് ഗൈസ്. നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് ഈ പാറപ്പുറത്ത് കയറി വന്നു. ഇത്രയും ഹൈറ്റുള്ള പാറപ്പുറത്ത് കയറി അതിനെ കാണാൻ വേണ്ടി വന്നതാണ്. പക്ഷെ അത് അടുത്തേക്കൊന്നും മഞ്ഞില്ലല്ലോ. ഇവിടെ ആൾക്കാർ കുളിക്കുന്നു. നമ്മൾ വേണ്ട, അതിൻ്റെ മുകളിൽ നിന്നാണ് നമ്മൾ ഇറങ്ങി വന്നത്. നല്ല അടിപൊളി സ്ഥലം, ചെറിയൊരു ബീച്ച്, നല്ല പെബിൾ ബീച്ച്. ഫീൽ അവിടെ തന്നെ കാണാം. അതുകൊണ്ട് തലയെ പൊക്കി ഇങ്ങോട്ടേക്കൊക്കെ വെള്ളം കയറി വരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്. ഇപ്പോൾ വെള്ളം ഇറങ്ങി കിടക്കണ്ടായിരിക്കും ചിലപ്പോൾ. പിന്നെ ഈ പാറയിൽ കുറേ സാധനങ്ങൾ കണ്ടു. ഇതിനൊക്കെ ജീവനുള്ളതാണെന്ന് തോന്നുന്നു. വേണ്ട, ജീവനുണ്ട്. ദേ പറഞ്ഞ പോലെ ജീവനുണ്ടല്ലോ. ഒരു മിനിറ്റ്, ഫോക്കസ് ആയില്ല. കണ്ട, ജീവനുണ്ടല്ലോ പറഞ്ഞാലേ നമ്മൾ ചത്തതിനൊക്കെയല്ലേ കണ്ടിട്ടുള്ളൂ. ഈ പറ്റി പിടിച്ചിരിക്കുന്നതിനൊക്കെ ജീവനുണ്ടെന്ന് തോന്നുന്നു. ഓരോരോ കടൽ ജീവികളായിരിക്കും. ഇവിടെ എല്ലാ പാറയിലും ഉണ്ട്. ഈ പാറയൊക്കെ നിറഞ്ഞ് ഇരിക്കുന്നുണ്ട്. ഇവിടെ എല്ലായിടത്തും ഉണ്ട്. ഒരു ബോട്ട് അവിടെ പോകുന്നു. സ്റ്റെന ലൈൻ പോയി തോന്നുന്നു. സ്റ്റെന ലൈൻ ആ അറ്റത്ത് പൊടി പോലെ കാണാൻ പറ്റും, വേറെ ഒന്നും കാണാൻ പറ്റുന്നില്ല. വ്യൂ ഒക്കെ ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ ആ മലയുടെ മുകളിലേക്ക് കയറി പോകണമല്ലോ എന്നുള്ള ഒരു കാര്യം ആലോചിക്കുമ്പോൾ ഇച്ചിരി വിഷമമുണ്ടെന്നുള്ളൂ. അത്രയും മുകളിലേക്ക് കയറി പോകണ്ടേ. ഇറങ്ങി വന്നതേ കഷ്ടപ്പെട്ടാണ് ഇറങ്ങി വന്നത്. ഇനി പിടിച്ച് വലിച്ച് രണ്ട് കൈയും കാലൊക്കെ വെച്ച് കയറി പോകേണ്ടി വരും. അധികം തിരയൊന്നുമില്ല ഗൈസ്. തിരയില്ലാത്ത കുഞ്ഞി ശാന്തമായ കടലാണ്. എന്താ ശാന്തമായി കിടക്കുന്നത്. എന്താ ഇതാണ് ആകെയുള്ള തിര. നമ്മൾ കടലിൽ വന്നു കഴിഞ്ഞാൽ വെള്ളത്തിൽ തൊട്ട് നോക്കണമല്ലോ. ഷൂ ഇട്ടതുകൊണ്ട് ഇറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് തൽക്കാലം നമുക്ക് വെള്ളത്തിൽ തൊട്ട് നോക്കാം. തണവുണ്ടോന്ന്. ചെറിയ രീതിയിൽ തണവുള്ള വെള്ളമാണ്. നല്ല തെളിഞ്ഞ വെള്ളം, അടിയൊക്കെ കാണാം. ചെറിയ രീതിയിൽ മറ്റേ പായലും പൂപ്പലൊക്കെ ഉണ്ടെന്നുള്ളൂ. നമ്മൾ ഹൗസിൽ വന്നിട്ട് ഹിഡൻ ബീച്ചിൽ ഇറങ്ങി. ഇപ്പോൾ വെയിലൊക്കെ മാറി 4:30-5 മണിയാ കണ്ടായി തോന്നുന്നു. വെയിലൊക്കെ ആറി നല്ല സമയത്താണ് നമ്മൾ വന്നിട്ട്. കണ്ട പുറകിൽ നല്ല നീല കളറിലുള്ള കടൽ. ഇനി നമ്മൾ ഈ കാണുന്ന ഇതിൻ്റെ മുകളിലേക്ക് കയറി പോകണം. അതും കുത്തനെയുള്ള കയറ്റാണ്. അതാണ് ഇച്ചിരി കഷ്ടപ്പാട്. ഇത് അവിടെ ആൾക്കാർ ഇറങ്ങി തന്നെ ഉണ്ട്. ഞാൻ കണ്ടുണ്ടായില്ല, ഇത് കാണാനില്ല എന്ന് തോന്നുന്നു. അതേ ഒരു വൈറ്റ് ഷർട്ട്. അതുപോലെ നമ്മൾ കയറി പോകണം. എൻ്റെ കൂടെ വന്നവരൊക്കെ കയറി പോകാൻ തുടങ്ങി ഗൈസ്. അവർക്കൊന്നും ഇവിടെ അധികം നേരം നിൽക്കണമെന്ന് താല്പര്യമില്ലാത്തവരാന്ന് തോന്നുന്നു. ഇത് പിടിച്ച് കയറി പോകണം കേട്ടോ. അതുകൊണ്ട് ഞാനും തിരിച്ചു പോകാമെന്ന് വെച്ചു. പക്ഷെ കല്ല് അടിപൊളിയായിട്ടോ. നല്ല രസമുള്ള പീപ്പിൾ. നമ്മുടെ അക്വേറിയത്തിലൊക്കെ ഇറങ്ങുന്ന പോലത്തെ വേണമെങ്കിൽ പറക്കിക്കൊണ്ട് പോകാമല്ലോ. അതുപോലത്തെ പീപ്പിൾ. അവിടെ ചെടിച്ചട്ടിയിലൊക്കെ ഇരിക്കും. അതുപോലെ നല്ല ഭംഗിയുണ്ട്. ഇനി ഈ കാണുന്ന പാറയമ്മക്കോടെ പിടിച്ച് കയറി പോകണം. ഇത് കണ്ട നമ്മക്കോടെ പിടിച്ച് കയറി പോകാൻ നോക്കട്ടെ. ഇറങ്ങിയവരാണ്. ഇവിടെയൊക്കെ തെന്നി വീഴാവോ, ഗ്രിപ്പില്ലാത്ത സ്ഥലമാണ്. ഇങ്ങനെയുള്ള വഴിക്കോടെയാണ്. താങ്ക് യു. ഇങ്ങനെയുള്ള വഴിക്കോടെയാണ് നമ്മൾ കയറി പോകുന്നത്.
ഇതേ ഒരു പട്ടി. ആ പട്ടി നല്ല അടിപൊളിയായിട്ട്, ഇതേ പട്ടി നല്ല അടിപൊളിയായിട്ട് കയറി വരും. അപ്പം നമുക്ക് കയറാൻ പറ്റണില്ല. പട്ടി പെട്ടു കൈ. പട്ടി നോക്കാണ് എങ്ങനെ കയറി പോകുന്നു. പട്ടി എന്ത് ചെയ്യുമായിരിക്കും? ആ ശരി. പട്ടി നല്ല അടിപൊളിയായിട്ട് കയറി വരുന്നു. പട്ടിക്ക് പിന്നെ 4 കാലുണ്ടല്ലോ, അതുകൊണ്ട് നമ്മളെക്കാളും 2 ഇരട്ടി സ്പീഡിൽ കയറാൻ പറ്റും. നമ്മളങ്ങനെയല്ലല്ലോ. പക്ഷെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവർക്കാണ് ബുദ്ധിമുട്ട്. എനിക്കാണ് കാര്യമായിട്ട് ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. പട്ടി ഇറങ്ങി പോവാണ്. ക്രിസ്റ്റീനെ കണ്ടോണ്ടാന്ന് തോന്നുന്നു പട്ടി ഇറങ്ങി പോണേ. അടിപൊളി വഴിയാണ്. ഇതേ വേറൊരു ഷിപ്പ് പോകണം. ഷിപ്പ് നോക്കിന്നാ ചിലപ്പോൾ താഴെ പോകും. ഈ പട്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നു. നമുക്ക് പട്ടി അണയ്ക്ക് മുന്നേ കയറിപ്പോവാം. ചെറിയ രീതിയിൽ അണയ്ക്കണൊക്കെ ഉണ്ട്, സാരില്ല. പട്ടി പിന്നാലെ തന്നെയുണ്ട് ഗൈസ്. അയ്യോ, എൻ്റെ കൂടെ വന്നവരൊന്നും കാണാനില്ല. അവർ കയറിപ്പോയി തോന്നുന്നു. നമുക്ക് കയറിപ്പോവാം. പറഞ്ഞ ആൾക്കാരൊക്കെ വന്നുണ്ട്. ഒതുങ്ങിയേക്കാം. കറക്റ്റ് ഒരാൾക്ക് പോകാനുള്ള വീതിയുള്ളൂ. പിന്നെ ഇടയിലിടയിൽ ഇങ്ങനെ കയറിക്കാനുള്ള സ്ഥലമുള്ളതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർക്ക് പോകാമെന്ന് മാത്രം. നല്ല ഭംഗിയുള്ള പൂവൊക്കെ ഉണ്ട് ഇവിടെ. ചില സ്ഥലത്ത് മാത്രമല്ല മുള്ളുള്ള സ്ഥലങ്ങളുള്ളൂ. എല്ലായിടത്തും മുള്ളുള്ള സ്ഥലങ്ങളില്ല. വീണ്ടും ആൾക്കാർ വരുന്നു. നമുക്ക് നീക്കാം. വരാം. എൻ്റെ കൂടെ എന്നെക്കാളും കുറേ മുന്നേ കയറിപ്പോയവരിവിടെ പോസ്റ്റായി നിൽക്കുന്നു ഗൈസ്. മലയാടാണല്ലേ? മലയാടാണോ? വയർത്തൂലോ? അതൊന്നില്ലേ? അയ്യോ, ഇത്ര ഹൈറ്റിൽ കയറി നമ്മള്. ചെറിയ രീതിയിൽ അണയ്ക്കണൊക്കെ ഉണ്ട്. വീണ്ടും നമ്മൾ ആ കുഞ്ഞി വഴിയിലെത്തി ഗൈസ്. ഇതിന് മുള്ളൊക്കെ ഉണ്ട് കേട്ടോ. അതുണ്ടോ? മുള്ളൊക്കെ കാണാം. ഇതൊന്നും മേത്ത് കൊള്ളാതെ കയറിപ്പോണം. അയ്യോ, മേത്തൊക്കെ കുറേ ഉണ്ട്. അയ്യോ, ആൾക്കാർ മുകളിൽ നിന്ന് മുന്നുണ്ടാവോ? ഉണ്ടാവില്ലായിരിക്കും. ആ കാലുമ കുത്തി എത്തി ഗൈസ്. എവിടെയോ എത്തി നമ്മൾ. ഉയർത്തു നന്നായിട്ട്. മുള്ള് കാലുമ മുള്ള്. ഇതുണ്ടോ വഴി? ചിലപ്പോൾ തെന്നിക്കഴിഞ്ഞാൽ ഒറ്റയടിക്ക് അങ്ങോട്ട് പോകും. ഗ്രിപ്പൊന്നും ഇല്ലാത്ത വഴിയാണ്ടോ തെന്നി കിടക്കുന്ന സ്ഥലം. ഇന്ന് വെയിലായതുകൊണ്ട് എല്ലാം ഡ്രൈ ആയിട്ട് കിടപ്പുണ്ട്. അല്ലെങ്കിൽ നനഞ്ഞും കൂടിയും കിടന്നാൽ സൂപ്പറായാണ്. അയ്യോ, കണ്ടോ ഈ വഴിക്കാണ് നമ്മൾ കയറി വന്നത്. കയ്യും കാലൊക്കെ വെച്ചാണ് കയറി വന്നത്. ആ കാണുന്നതാണ് ഗൈസ് ലൈറ്റ് ഹൗസ്. അവിടെ അവിടെ ലൈറ്റ് എത്തും. അപ്പോൾ ലൈറ്റ് ഹൗസ് ആയില്ലേ? അതിൻ്റെ വീട്ടിൽ ലൈറ്റ് ഇടുന്നത് രാത്രി. അതല്ല, അതേതോ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. കണ്ട അങ്ങോട്ട് എൻട്രി ഇല്ലാന്ന് തോന്നുന്നു. അതിൻ്റെ അടുത്ത് വരെ പോവാം. ആ മതിൽ വരെ കണ്ട്. അയ്യോ, അവിടെ നിന്നാലും നല്ല ഫോട്ടോ കിട്ടാ. നമ്മൾ എടുക്കുന്ന ഫോട്ടോ ഒക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലുണ്ടാവും. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാവരും കയറി നോക്കാം, ഫോളോ ചെയ്യുക. അങ്ങനെയുണ്ട്. ഓസിനൊരു ഇൻസ്റ്റാഗ്രാം പ്രൊമോഷൻ കൂടിയായി. തിരക്ക് കൂടി ഗൈസ്. ആൾക്കാരുടെ എണ്ണം കൂടി. വൈകുന്നേര സമയമായതുകൊണ്ട് അവിടെ ഷിപ്പ് വരുന്നുണ്ട്. സീ ട്രക്ക് വരുന്നു. കടലിലെ ലോറി. സീ ട്രക്ക് പേര് കാണണ്ടോ? ഇല്ലല്ലോ, മൗട്ടായില്ലല്ലോ. നല്ല അടിപൊളി സ്ഥലമാണ്. ചുറ്റും പച്ചപ്പും അടുത്ത് കടലും. വഴി മാത്രമേ ഇച്ചിരി പ്രശ്നമുള്ളൂ. ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ഇങ്ങനത്തെ വഴിയൊക്കെ വേണമല്ലോ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. വ്യൂ ആസ്വദിക്കാൻ വേണ്ടി വന്നതുകൊണ്ട് നമുക്ക് വഴി കോട്ടയിൽ നിന്ന് വയ്ക്കാം. നേരത്തെ നമ്മൾ ഇറങ്ങിപ്പോയത് ഈ വഴിക്കാണ്, ആ ഹിഡൻ ബീച്ചിലേക്ക്. പ്രാവശ്യം നമുക്ക് മുകളിലേക്ക് പോവാം. മുകളിൽ പോയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം. അത് ആ കാണുന്ന സ്ഥലത്താണ് നമ്മൾ ഇറങ്ങിയത് ഗൈസ്. നല്ല അടിപൊളി വ്യൂ. ഇപ്പോൾ വെയിലൊക്കെ പോയി ഗൈസ്. നമ്മളവിടെ നിന്ന് കയറി വന്ന് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. താങ്ക് യു.
തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വെയിലൊന്നുമില്ല, ഇപ്പോൾ വരാൻ പറ്റിയ സമയമാണ്. ചെറുതായിട്ട് വെയിലൊക്കെ മാറി, എന്നാൽ ബ്ലൂ സ്കൈ ഉണ്ട്, നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടും. അങ്ങനെയുള്ള സമയം. താഴെ പോയി കയറി വന്നുകൊണ്ടാണോ എന്നറിയില്ല, നന്നായിട്ട് വേർത്തു. അതിപ്പോൾ ഈ തണുത്ത കാറ്റടിച്ച് കഴിയുമ്പോൾ അത് മാറും. ചെറിയ രീതിയിൽ തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ തിരിച്ചു പോകാൻ പോവാം. നമ്മൾ കോളേജ് കഴിഞ്ഞ് നേരെ വന്നുകൊണ്ട് പുറത്ത് ബാഗൊക്കെ ഉണ്ടല്ലോ, ലാപ്ടോപ്പും വെയിറ്റുള്ള ബാഗൊക്കെയാണ്. അതുകൊണ്ട് പുറമൊക്കെ നല്ല രീതിയിൽ വേർത്തു. ശരിക്കും വരാണെങ്കിൽ കൈയും വീശൊക്കെ വന്നെ, ഒന്നും കൊണ്ടുവരാണ്ട് സുഖമായിട്ട് നടക്കാൻ പറ്റും. താങ്ക് യു. നമ്മൾ വന്നപ്പോൾ പറഞ്ഞിരുന്നല്ലോ 4 ട്രാക്ക് ഉണ്ടെന്ന്. ഈ ആരോ കാണിച്ചതാണ് പർപ്പിൾ ട്രാക്ക്. പർപ്പിൾ ട്രാക്ക് വേണമെങ്കിൽ ഈ റൂട്ട് പോയാൽ മതി. നമ്മൾ അങ്ങോട്ടാണ് പോയത്, ഇപ്പോൾ തിരിച്ചു വരുന്നു. ഇനി നമ്മൾ മുകളിലേക്ക് മന്ദം മന്ദം ചവിട്ടി കയറുന്നു. പറയാൻ വയ്യ, അണക്കാണ്. ഈ ബാഗുള്ളതാണ് മെയിൻ പ്രശ്നം. ബാഗിൽ ലാപ്പും അങ്ങനെ വെയിറ്റ് ഉള്ളത് കൊണ്ട് പുറം നല്ല രീതിയിൽ വേർത്തുണ്ട്. ഇന്ന് പിന്നെ നല്ല വെയിൽ വരുന്നല്ലോ, എന്നാണ് ഈ കാറ്റുമില്ല. അല്ലെങ്കിൽ ഇതൊക്കെ ഉണങ്ങിയാനേ. ഒരു കാറ്റുണ്ടായി, നല്ല തണുത്ത കാറ്റടിച്ചാണ്. ഇപ്പോൾ കാറ്റില്ലാന്നേ, അതിങ്ങനെ നടക്കുന്നു. ഇവിടെയും അത്യാവശ്യം കയറ്റം തന്നെയാണ്. ഈ ചെടികളിലാണ്, ചെടിയിലൊക്കെ മുള്ളുള്ളതാണ്. ഇതിൻ്റെ ഇലകൾ കുത്തണത് തന്നെ മുള്ളുകളെ തോന്നും. അല്ല, ഈ സൈഡിലൊക്കെ ഉണ്ട്. ഇവിടെ പിന്നെയും വീതിയുണ്ട് വഴിക്ക്. നമ്മൾ നേരത്തെ കയറി വന്ന വഴിയിലാണ് തീരെ വീതിയില്ല. നമ്മൾ കയറി പോണ വഴിക്ക് അടുത്ത ഷിപ്പ് കണ്ടു പോയി. എന്നതാണ് ഐറിഷ് ഫെറീസ്. അത് ഡബ്ലിൻ പോർട്ടിലേക്ക് പോകുന്ന ഷിപ്പാണ്. നേരത്തെ സ്റ്റെന ലൈൻ പോയില്ലേ, അതുപോലെ തന്നെ ഐറിഷ് ഫെറീസും UK എന്ന് വന്നതും കണ്ട. ഡെയിലി 3-4 ട്രിപ്പൊക്കെ ഉണ്ട്. ഇവിടെ ഉണ്ടായ ഐസ്ക്രീം കട അടച്ചു പോയി ഗൈസ്. വന്നപ്പോൾ നമ്മൾ ലേറ്റായി. അപ്പോൾ ഐസ്ക്രീം കിട്ടിയെങ്കിൽ കഴിക്കാൻ പറ്റിയൊരു അവസരമായിരുന്നു. പക്ഷേ അമ്മച്ചി ഐസ്ക്രീം അടച്ചു കൊണ്ട് പോകുന്നു. അമ്മച്ചിരിയാന്ന് തോന്നുന്നു. കൊള്ളാം, നമുക്ക് വീട്ടിൽ പോവാം. അങ്ങനെ നമ്മൾ ക്ലിഫ് വാക്കൊക്കെ കഴിഞ്ഞ് തിരിച്ച് ബസ്സിൻ്റെ അടുത്തെത്തി ഗൈസ്. ബസ് സ്റ്റോപ്പിൽ ബസ് ഇറക്കണ്ടെങ്കിൽ ഈ ബസ്സിൽ കയറി നമ്മൾ വീട്ടിൽ പോകണം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ ബൈ.